الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു മാസത്തിന് സാക്ഷ്യം വഹിച്ച നമ്മൾ കഴിഞ്ഞ ജുമുഅ അതിൻ്റെ ഒരു ആഹ്ലാദത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒക്കെ ദിനമായിരുന്നു. കഴിഞ്ഞ ഒരു ജുമുഅയും ഈ ജുമുഅയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് ദൈർഘ്യം വന്നതുപോലെ തോന്നും. നോമ്പിൻ്റെ കാലം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയും ചെയ്തു. അതൊക്കെ ആ മഹത്തായ ചില അനുഗ്രഹങ്ങളുടെ കാരണം കൊണ്ടാകാം. ഇന്ന് ലോകമെമ്പാടും മുസ്ലിമുകൾ അവർ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഭയാനകമായ അവസ്ഥാന്തരങ്ങളിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ജുമുഅ. ഇസ്ലാമിൽ 12 മാസമാണ് ഒരു വർഷം. ഇത് എല്ലാവർക്കും സുപരിചിതമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർള. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു വർഷം 12 മാസമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 മാസം യുദ്ധം നിരോധിച്ച മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, ചൊവ്വായ ബലിഷ്ഠമായ ശക്തമായ ദീനാകുന്നു അത്. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് ദ്രോഹം കാണിക്കരുത് ഈ സന്ദർഭങ്ങളിലൊന്നും. സൂറത്ത് തൗബയിലെ ഒരായത്താണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചത്. ഇതിൽ 12 മാസത്തെ മൊത്തത്തിൽ എടുത്തു പറയുകയും അതിൽ 4 മാസം പവിത്രമായതുകൊണ്ട് അച്ചടക്കത്തോടെ ജീവിക്കണമെന്നും ഇനി ഒരു ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ പോലും പ്രതിരോധത്തിൽ സംയമനം പുലർത്തണമെന്നും നിങ്ങൾ നിങ്ങളെ തന്നെ അനീതിയിലും അക്രമത്തിലും പെടുത്താതെ സൂക്ഷിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ആദ്യം നൽകിയത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം നമ്മുടെ ഈ ജുമുഅ ദിവസമാണ്. ഒരു വർഷത്തിൽ 52 അതിലധികമോ വരുന്ന, തൊട്ട് താഴെയോ വരുന്ന എണ്ണമാണ് ജുമുഅ കിട്ടുന്നത്. റസൂലുള്ള മദീനയിലെത്തിയ ശേഷം
ജുമുഅ ഫർളാവുകയും അവിടം മുതൽ 9 വർഷക്കാലം തുടർച്ചയായി ഒരേ മിമ്പറിൽ പ്രവാചകൻ ഖുതുബ നിർവഹിക്കുകയും ചെയ്തു. അതിൽ ജുമുഅയെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചില താക്കീതുകളും ഉണർത്തലുകളും പ്രതീക്ഷകളും അവിടുന്ന് തൻ്റെ ഉമ്മത്തിന് നൽകി. നബിയുടെ ആ ഖുതുബകളെല്ലാം സമാഹരിച്ചാൽ ഏതാണ്ട് 500ന്റെ അടുക്കൽ ഖുതുബകൾ പെരുന്നാളടക്കമുള്ള സലാത്തുൽ ഇസ്തിസ്ഖാ മഴയെ തേടുന്ന നമസ്കാരം, സലാത്തുൽ കുസൂഫ് ഗ്രഹണ നമസ്കാരം, ജുമുഅ, ഇങ്ങനെ ഉള്ള എല്ലാ നമസ്കാരങ്ങളിലും പ്രവാചകൻ നിർദ്ദേശിച്ച ചില ഉപദേശങ്ങളും നമുക്കിന്ന് ലഭ്യമാണ് കിട്ടാൻ. അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു വഴി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ജുമുഅയെ കുറിച്ച്, അവല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലന ഫകാന ലിൽ യഹൂദി യൗമുസ് സബ്ത് വകാന ലിൻ നസാറ യൗമുൽ അഹദ്. അള്ളാഹു നമുക്ക് മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഉമ്മത്തുകളെ വ്യതിചലിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ വ്യതിചലിപ്പിച്ചത് കൊണ്ട് യഹൂദികൾ ഏറെ ആഘോഷത്തോടെ അവർ ജുമുഅ നിർവഹിക്കുന്നത് ശനിയാഴ്ചയാണ്, യൗമുസ് സബ്ത്. അത് അവരുടെ ഏറ്റവും വലിയൊരു ആഘോഷ ദിവസമാണ്. പിന്നീട് വന്ന നസാറാകൾ തൊട്ടടുത്ത ദിവസമായ യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസമാണ് അവരുടെ ജുമുഅ. ഫജാ അല്ലാഹു ബിനാ ഫഹദാന, അങ്ങനെ അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു. അള്ളാഹു നമുക്ക് മാർഗദർശനം നൽകി, ഹിദായത്തിൻ്റെ വഴി തുറന്നു തന്നു. ലി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിന് വേണ്ടി. അപ്പോൾ ജുമുഅ എന്ന നാമവും ആ ദിവസവും പിന്നീട് വന്ന നമുക്ക് വേണ്ടി അള്ളാഹു നീക്കി വച്ചു. ഫജഅലൽ ജുമുഅത്ത വസ്സബ്ത വൽ അഹദ വകദാലിക ഹും തബഉൻ ലനാ യൗമൽ ഖിയാമ നഹ്നുൽ ആഖിറൂൻ മിൻ അഹ്ലിദ് ദുനിയ വൽ അവ്വലൂന യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒന്നാമത്തെ വിഭാഗമായി വിചാരണാ ദിവസം കൊണ്ടുവരപ്പെടുന്നവർ നമ്മളായി. അവരെല്ലാം പിന്തള്ളപ്പെട്ടു. അവർ അതുകൊണ്ട് നമ്മളെ ഖിയാമത്ത് നാളിൽ നമുക്ക് പിന്നിലാണ് അവരെ അണിനിരത്തപ്പെടുക. നമ്മൾ അവസാനത്തെ ഉമ്മത്തുകളാണ്, പക്ഷേ യൗമുൽ ഖിയാമയിൽ ആദ്യത്തെ ഉമ്മത്തുമാണ്. ലഹും ഖബ്ലൽ ഖലായിഖ് അൽ മഖ്ദിയ്യു ലഹും ഖബ്ലൽ ഖലായിഖ്. മറ്റേത് സൃഷ്ടികളുടെ വിചാരണ നടക്കുന്നതിനും മുൻപ് നബിയുടെ ഉമ്മത്തുകൾ, അവസാന കാലത്ത് വന്ന പ്രവാചകന്റെ ഉമ്മത്തുകൾ ഖിയാമത്ത് നാളിൽ ആദ്യത്തെ വിഭാഗമാവുകയും അവരുടെ വിധികൾക്ക് ശേഷമാണ് മുൻ കഴിഞ്ഞുപോയ ഈ തലമുറ വിചാരണയ്ക്ക് വിധേയമാവുക. ഈ ഹദീസിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ അതിൻ്റെ ഒരു സവിശേഷത ഇമാം നവവി അലൈഹി റഹ്മ പറയുന്നുണ്ട്. നമ്മൾ അവസാനത്തെ ഉമ്മത്തുകളാണ് എന്നത് ശരിയാണ്, പക്ഷേ യൗമുൽ ഖിയാമയിൽ നമ്മൾ ഒന്നാമത്തെ അനുചരരാണ് നബിയുടെ. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം നമ്മളെ പിന്തുടരുക എന്നതാണ് അവരോടുള്ള ശാസന. എന്നാൽ മാത്രമേ നമ്മളോടൊപ്പം അവർക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഇതാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഹദീസിനെ കുറിച്ച് വിവരിച്ച ഒരു വാക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി ഇമാം മുസ്ലിം തന്നെ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ്, ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യോദയം നടന്നിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായത്, ഖൈറിന് ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ളൊരു പദമാണത്. അഭിവൃദ്ധി, അനുഗ്രഹം, വിജയം, അതുപോലെ തന്നെ ആഹ്ലാദം, അള്ളാഹുവിൻ്റെ തൃപ്തി, ഇതെല്ലാം ഒത്തുചേർന്ന ഒന്നിനാണ് ഖൈർ എന്ന് പറയുക. അപ്പോൾ സൂര്യോദയം നടക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായതും അനുഗ്രഹീതമായതും
പ്രതിഫലം നിറഞ്ഞതുമായ ഒരു ദിവസമാണ് ജുമുഅ ദിവസം. ഫീഹി ഖുലിഖ ആദം വ ഫീഹി ഉദ്ഖിലൽ ജന്ന വ ഫീഹി ഉഖ്രിജ മിൻഹാ. ആദം അലൈഹിസ്സലാം അഥവാ ആദിമ പിതാവായ ഒന്നാമത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ദിവസവും ജുമുഅ ദിവസമാണ്. ഇബ്ലീസിന്റെ പ്രേരണയ്ക്ക് വശംവദനായി അള്ളാഹു അവന്റെ കോപത്തോടെ സ്വർഗത്തിൽ നിന്ന് ഭൂതലത്തിലേക്ക് അയച്ച ദിവസവും വെള്ളിയാഴ്ചയാണ്. സർവോപരി വലാ തഖൂമുസ്സാഅത്തു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. ജുമുഅ ദിവസമായിരിക്കും ലോകത്തിൻ്റെ അന്ത്യം സംഭവിക്കുക. ഖിയാമത്ത് ഉണ്ടാകുന്നത് ജുമുഅ ദിവസമായിരിക്കും. അത്രയും പ്രാധാന്യം ഈ ജുമുഅ ദിവസത്തിനുണ്ട് എന്നാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അൻ അബീ ലുബാബ ഇബ്നു അബ്ദുൽ മുൻസിർ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം. അബൂ ലുബാബ ഉദ്ധരിക്കുന്ന ഇബ്നു മാജ, അഹ്മദ് ബിൻ ഹംബൽ ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം. അപ്പൊ 7 ദിവസങ്ങളിൽ ജുമുഅ എന്ന ദിവസമാണ് സയ്യിദായ ദിവസം. എല്ലാത്തിൻ്റെയും മേലെ ഉള്ളത് ജുമുഅയാണ്. സയ്യിദുൽ അയ്യാം വ അഅ്ലമുഹാ ഇൻദല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ 7 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വം നിറഞ്ഞതും ഈ ജുമുഅ ദിവസമാണ്. വഹുവ അഅ്ലമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹാ വ യൗമിൽ ഫിത്ർ. ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിനേക്കാളും മഹത്വം നിറഞ്ഞത് ജുമുഅ ദിവസത്തിനാകുന്നു. ഫീഹി ഹംസു ഖിലാലിൻ. 5 കാര്യങ്ങളാണ് ജുമുഅ ദിവസം നാം അറിയുക. ഖലഖല്ലാഹു ഫീഹി ആദം. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടു. വ അഹ്ബത്തല്ലാഹു ഫീഹി ആദം. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുത്തി. വ ഫീഹി തവഫല്ലാഹു ആദം. ആദം അലൈഹിസ്സലാം വഫാത്തായതും ജുമുഅ ദിവസമാണ്. വ ഫീഹി സാഅത്തുൻ. ഈ ദിവസം ഒരു സമയമുണ്ട്. ലാ യസ്അലുല്ലാഹു ഫീഹൽ അബ്ദു ഷൈഅൻ ഇല്ലാ അഅ്താഹു. ആ സമയത്ത് ഏതൊരു ദാസൻ അള്ളാഹുവോട് ചോദിക്കുന്നുവോ ഇല്ലാ അഅ്താഹു, അവനത് നൽകാതെ ഇരിക്കുകയില്ല. മാലം യസ്അൽ ഹറാമൻ. നിഷിദ്ധമായ ഏതെങ്കിലും ഒരു കാര്യമല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ എന്ത് കാര്യമാണോ അള്ളാഹുവോട് ഈ ഒരു സമയം ഒരാൾ തേടുന്നത് അത് അള്ളാഹു നൽകിയിരിക്കും. വഫീഹി തഖൂമുസ്സാഅ. ആ ദിവസമാണ് സാഅത്ത് നടക്കുക, ഖിയാമത്ത് നാൾ. മാ മിൻ മലക്കിൻ മുഖറബിൻ വലാ സമാഇൻ വലാ അർളിൻ വലാ റിയാഹിൻ വലാ ജിബാലിൻ വലാ ബഹരിൻ. അതിനകത്ത് വെള്ളിയാഴ്ച ദിനത്തെ ആഗ്രഹിക്കാത്ത കാറ്റോ കടലോ ഭൂമിയോ ആകാശഭൂമികളോ യാതൊന്നും തന്നെ അവൻ്റെ സൃഷ്ടിപ്പിലില്ല. മുഴുവൻ സൃഷ്ടികളും ജുമുഅയെ ആഗ്രഹിക്കുന്നു, യൗമുൽ ജുമുഅയെ. ഇല്ലാ വഹുന്ന യുഷ്നിത്ന മിൻ യൗമിൽ ജുമുഅ. ജുമുഅ ദിവസത്തിൻ്റെ ആഗമനത്തെ അവൻ്റെ സൃഷ്ടികൾ മുഴുവനും ആഗ്രഹിക്കുന്നു. അതിമഹത്തായ ഒരു ദിവസമാണ് ജുമുഅ എന്നാണ് ഇപ്പോൾ ഈ അറിയിച്ചത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഈ വിഷയത്തിലെ ഒരു ഹദീസ് കൂടിയുണ്ട്. ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅ. ജുമുഅയിൽ ഒരു ദിവസമുണ്ട്. ലാ യുവാഫിഖുഹ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറ. ആ സമയത്ത് ഏതൊരു മുസ്ലിമാണോ നമസ്കരിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിനോട് ഖൈറായ കാര്യം ചോദിക്കുന്നത്, ഇല്ലാ അഅ്താഹു ഇയ്യാഹു, അതവന് നൽകാതെ അള്ളാഹു വെറുതെയാക്കുകയില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, യൗമുൽ ജുമുഅത്തി 12 സാഅ. ആ ഒരു സമയം എന്ന് പറഞ്ഞത്
12 ആ ഒരു ജുമുഅ ദിവസത്തെ വീതിച്ചാൽ 12 സമയങ്ങളുണ്ട് ഇതിനകത്ത്. ലാ യൂജദു ഫീഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഷൈഅൻ ഇല്ലാ ഇയ്യാഹു അഅതാഹു ഇല്ലാ ഇയ്യാഹു. ആ 12 സമയത്തിൽ ഏത് സമയം ഒരു ദാസൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവോ അവന്റെ ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കും. ഫൽതമിസൂഹ, അതുകൊണ്ട് നിങ്ങൾ അവലംബിക്കുക. ലൈലത്തുൽ ഖദറിന് ഉപയോഗിച്ച വാചകം അതാണ്. നിങ്ങൾ അതിനെ വളരെ ഗൗരവമായി കാണണം. ആഖിറ സാഅത്തിൻ ബഅദൽ അസ്ർ, അസ്ർ കഴിഞ്ഞുള്ള പകലിന്റെ അവസാന സമയം. ഇപ്പൊ 12 സാഅത്തുണ്ട് എന്നും അതിലേറ്റവും പ്രാധാന്യമുള്ളത് അസ്ർ കഴിഞ്ഞ പകൽ അവസാനിക്കുന്നിടത്താണ് ഉണ്ടാവുക എന്നുമാണ് ഇമാം നസായിയുടെ സുനനിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി, നമസ്കരിക്കാൻ വിളിക്കപ്പെട്ടു വിശ്വാസികളെ നിങ്ങൾ. ഈ ദിവസത്തിന് ഖുർആൻ നേർക്ക് നേരെ പേര് നൽകുന്നതാണ് യൗമൽ ജുമുഅ. ജുമുഅ ദിവസം നിങ്ങൾ വിളിക്കപ്പെടുകയാണ് നമസ്കാരത്തിന് വേണ്ടി. ഫസ്അഉ ഇലാ ദിക്രില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വേഗതയിൽ വരണം. അതിന് പിന്നെ അമാന്തമില്ല, സാവകാശമില്ല, പിന്തിപ്പിക്കലില്ല. അത് ജുമുഅ ദിവസം ബാങ്കിന്റെ ശബ്ദമാണ് ഇദാ നൂദിയ ലിസ്സലാത്ത് എന്ന സൂറത്തുൽ ജുമുഅയുടെ ഈ ആയത്തിലെ 1-ാം വചനത്തിന്റെ അർത്ഥം. അപ്പൊ ജുമുഅ ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗതയിൽ എത്തണം. ഇമാം തബരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ ഒരർത്ഥം, ജുമുഅയ്ക്ക് 2 ഭാഗമാണുള്ളത്. ഒന്ന് നമസ്കാരം, മറ്റൊന്ന് ഖുതുബ. ഖുതുബയ്ക്കാണ് ദിക്രില്ലാഹി എന്ന് പറഞ്ഞത്. കാരണം നമസ്കാരത്തിന് അങ്ങനെയല്ല വരവിനെ കുറിച്ച് പറഞ്ഞതും പഠിപ്പിച്ചതും. ജുമുഅയുടെ ഖുതുബയിൽ ഒരക്ഷരം പോലും നഷ്ടപ്പെടാതെ ആദ്യാവസാനം സാന്നിധ്യം വഹിക്കുക എന്നതിന് വേണ്ടി അതിവേഗം ദിക്റിലേക്ക് വരണം എന്ന് ഖുർആൻ കൽപ്പിച്ചു. എന്നാൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ ഇങ്ങനെയുള്ള ഇദാ ഉഖീമത്തിസ് സ്വലാത്ത്, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? വേഗതയിൽ ഓടി വരണോ? ഒന്ന് കൊടുത്തിട്ട് ഓടിച്ചാടി വന്ന് കൈയിട്ടൂല്ലോ നമ്മൾ, അത് വേണോ? അപ്പൊ നബി പറഞ്ഞത് അലൈക്കും ബിസ്സക്കീന, നിങ്ങൾ സാവകാശം വന്നാൽ മതി. ഫഇന്ന ലികുല്ലി ഖത്വത്തിൻ ഹസന, ഓരോ ചവിട്ടടിക്കും പ്രത്യേകമായ കൂലി. ഓരോ ചവിട്ടടിക്കും ഓരോ ദോഷങ്ങൾ അവനിൽ നിന്ന് ഉയർന്നു പോകൽ. ഇതാ വജത്തുമുൽ ഇമാം, അങ്ങനെ നിങ്ങൾ സാവകാശം വന്നു കഴിഞ്ഞാൽ നമസ്കാരത്തിൽ ഇമാമിനെ എവിടെയാണോ കണ്ടത് അവിടെ തുടരാം. എന്നിട്ട് ഇമാമിൽ നിന്ന് മാ വജത്തും, നിങ്ങൾക്ക് ലഭിച്ചത് എത്രയോ അത് ഇമാമോട് കൂടി തന്നെ നമസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് ബാക്കി എത്ര നഷ്ടപ്പെട്ടോ ഇമാമിൽ നിന്നുള്ളത് അതവൻ രണ്ടാമത് എഴുന്നേറ്റ് സ്വയം നിസ്കരിക്കുക. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹി എന്ന ആയത്ത് വിവരിച്ചെടുത്ത് ജാമിഉൽ ബയാനിൽ ഇമാം തബരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിവരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി ചേർന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. അവർ രണ്ടുപേരും നബി പറയുന്നത് കേട്ടു. യഖൂലു അലാ അഅ്വാദി മിമ്പരിഹി, നബിയുടെ മിമ്പറിന്റെ തൂണിന്റെ അരികിൽ പ്രവാചകൻ നിന്ന് പറയുന്നത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറും അബൂ ഹുറൈറയും കേട്ടു. ലയന്തഹിന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുആത്തി ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ. അത് ഒരു ഗൗരവമായ ഒരു വലിയ ഉണർത്തലാണ്. തീർച്ചയായും ഒരു ജനത, ആ ജനത ചില ആളുകൾ ജുമുഅ ഉപേക്ഷിക്കുന്നത് അവസാനിപ്പിക്കാൻ ആയിട്ടുണ്ട്. ജുമുഅ ഒഴിവാക്കുന്നത്, ഈ വേണ്ടാന്ന് വയ്ക്കുന്നത് അല്ലെങ്കിൽ വൈകിക്കുന്നത്, അശ്രദ്ധയായി ജുമുഅ ദിവസത്തെ കാണുന്നതൊക്കെ അവർ ഒഴിവാക്കേണ്ടതാണ്. എന്താ കാരണം? അള്ളാഹു അതുവഴി അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വയ്ക്കും. പിന്നീട് അവർക്ക് ജീവിതത്തിൽ ആ ഗഫലത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല.
ആ അശ്രദ്ധാപരമായ മാനസികാവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം ഉണ്ടാകുന്നതല്ല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മൻ തറക്കൽ ജുമുഅ സലാസ മർറാത്തി തഹാവുനൻ ബിഹാ. ഒരു നിസ്സാരവൽക്കരിച്ച് ഒരാൾ 3 ജുമുഅ നഷ്ടപ്പെടുത്തിയാൽ, 3 ജുമുഅ അയാൾ വലിയ ഗൗരവം കാണാതെ അത് പിന്നീടാകാമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിസ്കരിക്കാമെന്നൊക്കെ വിചാരിച്ച് നടക്കും. അവസാനം സമയവും പോവും, സന്ദർഭവും ഒക്കെ പോവും. അങ്ങനെ ഒരാൾ തഹാവുനൻ ബിഹ, നിസ്സാരമായി കണ്ട് ജുമുഅ വേണ്ടാന്ന് വെച്ചാൽ, തബഅല്ലാഹു അലാ ഖുലൂബിഹി, അള്ളാഹു അവൻ്റെ ഹൃദയത്തിൻ്റെ മേൽ സീല് വയ്ക്കുന്നതാണ്. തുർമുദി, അബൂദാവൂദ്, നസായി ഇങ്ങനെ 3 സുനനിൻ്റെ ഇമാമുകളും ഉദ്ധരിച്ചതാണ്. ഈ ത്വബഅ എന്ന പദം ഖുർആനിൽ വന്നതും അത് വിവരിച്ചിട്ടുള്ളതും മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അവർക്കുള്ളൊരു സവിശേഷത അത് തന്നെയാണ്. കാര്യങ്ങൾ അറിയാം, പക്ഷെ അതിന് നേരെ എതിരായിട്ടേ ചെയ്യുള്ളൂ. നമ്മളിലെല്ലാവർക്കും ജുമുഅ ദിവസത്തിൻ്റെ ആ മഹത്വവും അനുഗ്രഹങ്ങളും പ്രതിഫലാധിക്യവും അള്ളാഹു അതിൽ നിക്ഷേപിച്ച 12 സമയങ്ങളും ഇതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മളത് ചെയ്യുന്നത് ഒരു കഴിച്ചുകൂട്ടൽ എന്നത് ലക്ഷ്യത്തിൽ അവസാനം വരെ ആളുകൾ ഹാജരാവുക ജുമുഅയ്ക്ക്. അതിനപ്പുറം ഒരു ഗൗരവം മുസ്ലിം ലോകം ഇന്ന് ജുമുഅയ്ക്ക് നൽകുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറയാൻ കാരണം. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ലിയഖൂമ യതഖല്ലൂന അനിൽ ജുമുഅത്തി ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസി സുമ്മ അഹ്റക അലാ റിജാലിൻ യതഖല്ലൂന അനിൽ ജുമുഅത്തി ബുയൂതഹും. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദിലും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിലും വിവരിച്ച ഒരു വചനമാണ്. ഒരു ജനത ജുമുഅയിൽ നിന്ന് പിന്തുകയാണ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയും എന്നിട്ട് ഞാൻ ഈ പിന്തിയ ആളുകളുടെ വീടുകൾ തന്നെ അഗ്നിക്കരയാക്കി കളഞ്ഞെങ്കിലോ എന്നുവരെ ഞാൻ ആഗ്രഹിച്ചു പോയി. വളരെ പ്രസിദ്ധമായ സഹീഹായ സർവാംഗീകൃതമായ ഒരു ഹദീസാണത്. അതിനകത്ത് ആക്ഷേപമൊന്നുമില്ല. മത്തലിലും അതിൻ്റെ റിജാലുകളിലും സനദിലും ഒന്നും യാതൊരു ആക്ഷേപവും ഇല്ലാത്തൊരു ഹദീസാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞത് ജമാഅത്ത് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വന്നപ്പോഴാണ്. മറ്റൊന്ന്, അൽഖമ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയാതെ സഹാബികൾ നിർനിമേഷമായി അദ്ദേഹത്തെ നോക്കുകയും അദ്ദേഹത്തിന് എത്ര ശ്രമിച്ചിട്ടും ഷഹാദത്ത് കലിമ പറയാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ നബി അന്വേഷിച്ച് അദ്ദേഹത്തിന് ആരൊക്കെയാ ജീവിച്ചിരിപ്പുള്ളതെന്നാണ്. റിയാദു സാലിഹീനിൽ ഇമാം നവവി ആ ഹദീസ് വളരെ ദൈർഘ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയുടെ പിണക്കമാണ് അതിൻ്റെ പിന്നിലെ വിഷയം. അപ്പോൾ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്ത നടപടിക്രമം അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, വിറക് ശേഖരിച്ചിട്ട് തീ കത്തിക്കുക. അവരുടെ കാഴ്ചയിൽ നേർക്ക് നേരെ ഈ അൽക്കമയെ നമുക്ക് അഗ്നികുണ്ഡത്തിലെറിയാം. അപ്പോൾ ഉമ്മക്ക് വലിയ സങ്കടമായി. അവിടുന്ന് വാവിട്ട് കരഞ്ഞ് നബിയുടെ മുൻപിൽ എല്ലാം മാപ്പ് നൽകി. അപ്പോഴാണ് വളരെ പെട്ടെന്ന് അൽക്കമ ഷഹാദത്ത് കലിമ ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവിടെ ഉപയോഗിച്ചതും ഈ അഗ്നിക്കിരയാക്കുക, വീടുകൾ മാത്രമല്ല വ്യക്തികളെ വരെ, അതും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജുമുഅ ദിവസം ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൻ തവല്ല, 2 ഹദീസുകളുണ്ട്. അതിലൊന്ന്, ഒരാൾ ഉളു എടുത്തു, ഫഅഹ്സനൽ വുളു, നന്നായി ഉളു എടുത്തു എന്ന് പറഞ്ഞാൽ വുളുവിന് ഒരുപാട് ഷർത്തും ഒരുപാട് ആദാബുകളും ഉണ്ട്. 4 മദ്ഹബിലും മഹത്തുക്കളായ ഇമാമുകൾ അതിൽ ഓരോന്നും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. മുൻകൈയും മുഖവും പൂർണ്ണമായും ഈ കുഴയുടെ ഭാഗം മുതൽ താഴോട്ട് 2 കൈയും ചേർത്ത് വെള്ളമൊഴിച്ച് കഴുകണം. പിന്നീട് വായിലും മൂക്കിലും സാവകാശം വെള്ളം ഒഴിക്കണം. എന്നിട്ട് അത് തുപ്പിക്കളയണം കൊപ്പിളിച്ച ശേഷം.
നമ്മൾ സാധാരണ ആൾക്കാർ ഇച്ചിരി വെള്ളം ഈ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ഒരേ എറിയലാണ് മുഖത്തേക്ക്. അങ്ങനെയൊന്നും അല്ല ഒതു എടുക്കണത്. അപ്പം ഞാനത് വിവരിക്കുകയല്ലല്ലോ. അപ്പം എല്ലാവർക്കും ഒതു എടുക്കാൻ അറിയാം. എത്ര കാലമായി ഒതു എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ പഠിച്ച് ചെയ്യുക. അങ്ങനെ ഒരാൾ ഒതു എടുത്തു. മുഖം കഴുകിയപ്പോൾ നെറ്റിയുടെ മുകളിലേക്ക് കയറി വെള്ളം, അതുപോലെ രണ്ട് ചെവിയുടെ ഭാഗവും നനഞ്ഞ് താടിയെല്ലിൻ്റെ താഴെയും നനഞ്ഞ രൂപത്തിൽ ഒതു കൊടുത്തു. കൈ രണ്ടും മുട്ടിൻ്റെ മുകളിൽ വെച്ച് ഒതു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി, വളരെ പ്രസിദ്ധമായൊരു ഹദീസാണ്. എൻ്റെ ഉമ്മത്തുകൾ എങ്ങനെയാണ് മഹ്ശറയിൽ തിരിച്ചറിയുക? 1.25 ലക്ഷം അമ്പിയാ മുർസലുകളും അവരുടെ ഉമ്മത്തുകളും ഹാജരാക്കപ്പെടുമ്പോൾ നബിയുടെ ഉമ്മത്തുകളെ എങ്ങനെയാ തിരിച്ചറിയുക എന്ന റസൂലുള്ളയോടുള്ള ചോദ്യം. അവിടുത്തെ ഉമ്മത്തുകളെ തിരിച്ചറിഞ്ഞാലാണല്ലോ ഷഫാഅത്തിന്റെ അധ്യായത്തിലാണ് ഇനി അത് പറയുക. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാവും. ഉർറൻ മുഹജ്ജിലീൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ മുഖവും രണ്ട് കൈകളും പ്രശോഭിതമായിരിക്കും. ശോഭ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വെളിച്ചമാണ് ഈ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ജനവിഭാഗത്തിൽ എൻ്റെ ഉമ്മത്തുകൾ മാത്രമാണ്. എന്നിട്ട് എന്താ കാരണം? മിൻ ആസാരിൽ വുളൂഇൻ്റെ അടയാളമാകുന്നു അത്. പക്ഷെ അതിനുപോലും നമുക്ക് സമയമില്ല വേണ്ടതുപോലെ അതൊക്കെ ചെയ്യാൻ. തലാടകാനും കാല് കഴുകാനൊന്നും. തലാടകലൊക്കെ നമ്മൾ ഒരു കടത്ത് കഴിക്കുക എന്ന് പറയാൻ വേണമെങ്കിൽ. അതല്ലാതെ അവൻ തല മുഴുവനും ഒന്ന് തടവുക, മുൻപിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോവുക, അവിടെ നിന്ന് വീണ്ടും മുൻപിലേക്ക് കൊണ്ടുവരിക, ഫർളും പൂർണ്ണമായ സുന്നത്തും അവരപ്പോൾ കിട്ടും. ഇതറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ചെയ്യൂല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും 2 വിരലിൽ വെള്ളം നനച്ചിട്ട് വെറുതെ ഇങ്ങനെ തോണ്ടും. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മിക്ക സ്ഥലത്തും അങ്ങനെയാണ്. ഏത് പള്ളിയിൽ വരുന്നാലും ആൾക്കാർ അതേ ചെയ്യുള്ളൂ. ഇതൊക്കെ വളരെ ശരിയാണ്. മിൻ ആസാരിൽ വുളൂഇന്റെ അടയാളം കൊണ്ടാണ് അവർ പ്രശോഭിതമാകുന്നത് മഹ്ശറയിൽ. അതുകൊണ്ട് ജുമുഅ ദിവസം ഒരാൾ മൻ തവല്ലാ ഫഅഹ്സനൽ വുളൂ, ഏറ്റവും ഭംഗിയായി ഒളു കൊടുത്തു. സുമ്മ അത്തൽ ജുമുഅ, എന്നിട്ട് അവൻ ജുമുഅയ്ക്ക് വന്നു. ഫസ്തമഅ വ അൻസത്ത, അവൻ ശ്രദ്ധയോടെ കേട്ടു. വളരെ ശ്രദ്ധയോടെയാണ്. അവിടെ ഉറങ്ങലൊന്നുമില്ല. നമുക്ക് ഉറക്കം വരും, പലരും തൂങ്ങിപ്പോവും, മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ കേട്ടില്ല, ഇക്കാമത്ത് കൊടുത്തപ്പോഴാണ് പിന്നെ എഴുന്നേറ്റേന്ന് പറയും. അങ്ങനെ ഒരു ഏർപ്പാട് മുസ്ലിംകളുടെ ഇടയിൽ ഇല്ല. അയാൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കും. ഇസ്തമഅ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. വ അൻസത്ത, നിശബ്ദനായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ 10 ലക്ഷം മുസ്ലിമീങ്ങൾ ജുമുഅയ്ക്കിരുന്നാലും ഒരു വാക്ക് പോലും നിങ്ങൾക്കതിനിടയിൽ നിന്ന് കേൾക്കാൻ കഴിയില്ല. എല്ലാവരും പൂർണ്ണ നിശബ്ദതയിലായിരിക്കും. ഉഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅ, എന്നാൽ അവന് കഴിഞ്ഞ ജുമുഅയും ഈ ജുമുഅയുടെയും ഇടയിലുള്ള ദിനങ്ങളിലെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. വ സിയാദത്തു സലാസത്തി അയ്യാം, 3 ദിവസം കൂടുതലും. അപ്പോൾ വെള്ളി കഴിഞ്ഞാൽ ശനിയും ഞായറും തിങ്കളും, അത്രയും ദിവസം കൂടി ഇങ്ങോട്ട് ചേർക്കും. ഒമൻ മസ്സൽ ഹെസ ഫഖദ് ലഗ, ഏതൊരാളാണോ ഹെസ, ചരൽക്കല്ലിന് ഉപയോഗിക്കുന്ന വാക്കാണ്, അത് സ്പർശിച്ചത് തീർച്ചയായും അവൻ എന്ത് ചെയ്തു? ഈ ജുമുഅ ഖുതുബയുടെ ഇടയിൽ അവൻ കുഴപ്പം കാണിച്ചിരിക്കുന്നു. മറ്റൊരാളെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവൻ്റെ നേരെ ചൂടാവുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഇരുത്തത്തിലും നടത്തത്തിലും ഒക്കെ ആയിട്ടുള്ള കാര്യം. ഇതൊക്കെയാണ് ഈ ജുമുഅ ദിവസം ചെയ്യേണ്ട കാര്യം. ഒരു ഹദീസ് കൂടി, അത് 2 കാര്യം കൂടി കൂട്ടിച്ചേർത്താണ് പറയുക. ഈ ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചതും അൽബാനി സഹീഹാക്കിയതുമാണ്. അംർ ബിൻ ഔസ് സഖഫി റളിയല്ലാഹു അൻഹു വഴി ഞാൻ റസൂലുള്ള പറയുന്നത് കേട്ടു. മൻ ഗസ്സല യൗമൽ ജുമുഅ, ഒരാൾ കുളി നിർബന്ധമാക്കി ജുമുഅ ദിവസം. വഗ്തസല, അങ്ങനെ അവൻ കുളിച്ചു. ഒരാഴ്ചയിൽ ഒരു ദിവസത്തെ കാര്യമാണ്. അതിൽ ഒരുപാട് തത്വങ്ങൾ കൂടിയുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ വിവരിച്ചപ്പോൾ ഈ ഹദീസ് അതിന് ഒരുപാട് ആശയതലമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്തൊരു വാക്ക് പറഞ്ഞ, ഒരു കുടുംബത്തിൽ പിണക്കം ഉണ്ടാവില്ല. ഒരു ജുമുഅ കഴിഞ്ഞിട്ട് അടുത്ത ജുമുഅ ദിവസം ആകുമ്പോഴേക്കും ആ പിണക്കമൊക്കെ മാറിയാലാണല്ലോ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക, ഭാര്യ ഭർത്താക്കൾ. അപ്പോൾ എന്നിട്ട് അവർ കുളിച്ചു. സുമ്മ ബക്കറ ഒബുത്തക്കറ, പിന്നീട് അവൻ കാലേ കൂട്ടി വന്നു, നേരത്തെ തന്നെ.
വലം യർക്കബ്, ഒരു ദോഷവും അതിനിടയിൽ അവൻ ചെയ്തില്ല. വദനാമിനൽ ഇമാം, ഇമാമിനോട് അടുത്തു വന്നു. വലം യൽഗു, വളരെ ശ്രദ്ധയോടെ എന്നിട്ട് ഇമാമിനെ കേട്ടുകൊണ്ടിരുന്നു. വലം യൽഗു, യാതൊരുവിധ ഇടങ്ങേറുകളും അതിനിടയിൽ ഉണ്ടാക്കിയില്ല. മറ്റൊരാളെ തോണ്ടുകയോ ശ്രദ്ധിക്കാൻ പറയുകയോ എന്തെങ്കിലും ചോദിച്ചതിന് മറുപടി പറയുകയോ ഇതൊന്നുമില്ല. അതിനാണ് ലഗ എന്ന് പറയുന്നത്. നമ്മൾ പഴയ കാലത്തൊക്കെ ജുമുഅയ്ക്ക് കയറുന്നതിന് മുൻപ് ഇതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞിട്ടൊരു വാള് കയ്യിൽ പിടിച്ചിട്ട് ഒരാൾ ആദ്യം തന്നെ പറയുമായിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസാണ്. അത് ജനങ്ങളോടുള്ളൊരു ഉത്ബോധനമായിരുന്നു ആ കാലത്ത്. ഇപ്പൊ നമ്മൾ അതൊക്കെ വിട്ടിട്ട് എല്ലാവർക്കും മനപ്പാടാണ്. അതിനകത്ത് അന്ന് പറഞ്ഞിരുന്നത് ഇദാ സഅദൽ ഖത്തീബു അലൽ മിമ്പരി ഫലാ യതകല്ലമന്ന അഹദുൻ ഫമൻ തകല്ലമ ഫലാ ജുമുഅത ലഹു, ഇതാണ് പറഞ്ഞിരുന്നത്. ഇമാമ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ ഒരൊറ്റയാളും മിണ്ടാൻ പാടില്ല. ഇങ്ങനെ ആരെങ്കിലും മിണ്ടിയാലോ അവൻ ആ ജുമുഅ പാഴാക്കി കളഞ്ഞു, അവന് ജുമുഅ തന്നെ ഇല്ലാതായി തീർന്നു. ഈ ഹദീസാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇത് കേൾക്കാത്ത കാരണവന്മാരും ഇപ്പൊ നമ്മുടെ പള്ളികളിൽ ഉണ്ടാവില്ല. ഇപ്പോഴാണ് അത് അങ്ങനെ ആദ്യം തന്നെ അനൗൺസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് കാനലഹു ബികുല്ലി ഹത്വത്തിൻ അമല സനത്തിൻ, അവന് ഒരു വർഷം നടന്നാൽ നന്മയിലേക്കുള്ള നടത്തത്തിന്റെ കൂലി അള്ളാഹു നിർണയിച്ചിരിക്കുന്നു. എന്നിട്ട് അജ്റു സിയാമിഹ, ഒരു വർഷം ഒരാൾ നോമ്പെടുത്താൽ എന്ത് പ്രതിഫലമാണോ ആ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു. വഖിയാമിഹ, രാത്രി നമസ്കരിക്കുന്നതിൻ്റെയും കൂലി. ജുമുഅയ്ക്ക് നേരത്തെ വരുന്ന ഒരു അവസ്ഥ പറഞ്ഞ കുളിച്ചു ഒതു കൊടുത്തു ഇതൊക്കെയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ വാക്കുകൂടി പറഞ്ഞ് നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. മൻ ഇഗ്തസല, ഒരാൾ കുളിച്ചു. സുമ്മ അത്തൽ ജുമുഅ, എന്നിട്ടവൻ ജുമുഅയ്ക്ക് വന്നു. ഫസല്ല മാ ഖുദ്ദിറ, അവന് നിശ്ചയിച്ച നമസ്കാരം അവൻ നിസ്കരിച്ചു. എപ്പോൾ പള്ളിയിൽ വന്നാലും ഖുതുബയുടെ ഇടയിൽ ഒരാൾ കയറി വന്നാലും 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം. അതാണ് അവന് നിശ്ചയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട നമസ്കാരം എന്ന് പറഞ്ഞത്. ആ 2 റക്അത്ത് തഹിയ്യത്താണ്. നബി ഖുതുബ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോഴൊരു സഹാബി കയറി വന്നിട്ടിരുന്നു. അപ്പൊ നബി വിളിച്ചു അദ്ദേഹത്തെ, നിങ്ങൾ നമസ്കരിച്ചോ? ഇല്ല. അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഖും ഫസല്ലി റക്അത്തൈനി ഖഫീഫത്തൈൻ, എങ്കിൽ എഴുന്നേറ്റ് 2 റക്അത്ത് വേഗതയിൽ നമസ്കരിക്കുക. അത് പള്ളിയുടെ തഹിയ്യത്താണ്. അപ്പോൾ ഖുത്ബയ്ക്ക് ഇടയിൽ വന്ന ആളും ഏത് സമയത്ത് വരുന്നയാളും തഹിയ്യത്തിന്റെ 2 റക്അത്ത് നമസ്കരിക്കണം. അതാണ് ഈ ഹദീസിലെ ആശയം. സുമ്മാൻ സത്ത, പിന്നെ അവൻ നിശബ്ദനായി. ഹത്താ യഫ്റുഗ മിൻ ഖുത്ബത്തിഹി, ഖുത്ബയിൽ നിന്ന് തിരിയുന്നത് വരെ, അവസാനിപ്പിക്കുന്നത് വരെ. സുമ്മ യുസല്ലി മഅഹു, പിന്നീട് ഇമാമിന്റെ കൂടെ നമസ്കരിച്ചു. ഉഫിറ ലഹു മാ ബൈനഹു ബൈനൽ ജുമുഅത്തിൽ ഉഖറ വഫളു സലാസത്തി അയ്യാം, എന്നാൽ 2 ജുമുഅയ്ക്ക് ഇടയിലുള്ള ദിനരാത്രങ്ങളിലെ ദോഷങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. 3 ദിവസം പ്രത്യേകമായ ഔദാര്യവും അള്ളാഹു അവന് ചെയ്യുന്നതാണ്. ഇതാണ് ജുമുഅയെ സംബന്ധിച്ച് ഒരുപാട്, ഇതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ അത്രയും കൂടി പറയാനുണ്ട്. അത്രയധികം വിശദീകരണത്തിൽ ജുമുഅ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഈ വളരെ വൈകി വരുന്നവരുണ്ട്, അലംഭാവം മൂലം എത്തുന്നവരുണ്ട്, യാത്രാമധ്യേ പല തടസ്സം കൊണ്ട് വരാൻ വൈകി വരുന്നവരുണ്ട്. അങ്ങനെ ആരായിരുന്നാലും അവൻ്റെ അവൻ്റെ മനസ്സുകൊണ്ട് അവൻ ജുമുഅയെ പ്രഭാതം മുതൽ തന്നെ ആഗ്രഹിക്കണം. അത് ആദ്യമേ പറഞ്ഞിരുന്നു. പടച്ചവന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി പോലും ജുമുഅയുടെ ആഗമനത്തെ ആഗ്രഹിക്കാത്തതില്ല എന്നാണ്. അത്ര പ്രാധാന്യമുണ്ട്. മനുഷ്യനാണ് തക്ലീഫുള്ളവൻ, ശാസന മനുഷ്യരോടാണ് ഉള്ളത്. അപ്പൊ ആ മനുഷ്യന് അങ്ങനെ ഒരു ചിന്തയുണ്ടാകണം. ആ ചിന്തയുണ്ടായാൽ അവൻ ഏത് സമയവും ഏത് പ്രവൃത്തിയും ജോലിയും ഒക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്യും. കൃത്യമായിട്ട് പള്ളികളിലെത്തും, ജുമുഅ നമസ്കാരം നടക്കും, ഖുതുബകൾ ശ്രദ്ധിക്കും. ഓരോ ജുമുഅ കഴിയുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞ ഒരു സംതൃപ്തിയിലേക്ക് എത്തും. അതുകൊണ്ടാണ് ജുമുഅ ദിവസത്തിന്റെ ആ ഒരു സമയത്തെ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഫസ്അഉ ഇലാ ദിക്രില്ലാ വദറുൽ ബൈ, എല്ലാ വ്യവഹാരങ്ങളും നിർത്തണം, കച്ചവടങ്ങൾ, കൃഷികൾ എല്ലാം.
ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ മൊബൈലിൽ ആണല്ലോ ഒരു 70% ധനവിനിമയ വക്രയങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ബന്ധപ്പെടാനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും മെയിൽ അയക്കുന്നതും മെയിലിന് മറുപടി കൊടുക്കുന്നതും കാണുന്നതൊക്കെ അങ്ങനെയാണല്ലോ. പഴയ കാലം പോലെ പീഡിയ തുറന്നു വച്ചിട്ട് അരിയും പഞ്ചാരിയും ഒന്നും കൊടുക്കണമല്ല ഇന്നാരും. അധികവും നമ്മൾ യുവാക്കളെല്ലാം തന്നെ ഈ മൊബൈലിലാണ്. അതങ്ങനെ നോക്കിയിട്ട് സമയം നിങ്ങൾ കളയാൻ പാടില്ല. വദറുൽ ബൈ, എല്ലാ ഇടപാടുകളും ക്ലോസ് ചെയ്യണം. വദറുൽ ബൈ എന്ന കൽപ്പന ഫർളിൻ്റെ കൽപ്പനയാണെന്നാണ് തഫ്സീറുകളിലൊക്കെ ഉള്ളത്, നിർബന്ധമാണ്. അതിനകത്ത് ഒഴിവ് കഴിവൊന്നുമില്ല. വദറുൽ ബൈ ദാലിക്കും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതായിരുന്നു നിങ്ങൾക്ക് ഖൈറ്. ജുമുഅ ദിവസത്തിൻ്റെ ഖൈറിലാണ് ഹദീസ് തുടങ്ങിയത്. നമ്മൾ അവസാനിപ്പിക്കുന്നതും അതേ ഖൈറ് നിങ്ങൾക്ക് ജുമുഅ ദിവസത്തെ ആ നിലവാരത്തിൽ കാണാൻ മാനസികമായി ഈമാനികമായി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് മുസ്ലിംകൾ നിർവഹിക്കേണ്ടത്. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.